ഹൈക്കോടതി വിധി മറികടന്ന് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം സർക്കാർ തലത്തിൽ സജീവമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിന് ഇതേക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നുവെന്നാണ് സൂചന. ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സജിത്ത് എന്നിവർക്ക് ശിക്ഷ ഇളവ് നൽകാനാണ് വഴിവിട്ട ശ്രമം കണ്ണൂരിലെ CPM നേതൃത്വവും അറിഞ്ഞിരുന്നുവെന്നാണ് സൂചന. ടി.പി. അക്രമക്കേസിലെ രണ്ടാം പ്രതിയാണ് ടി.കെ. രജീഷ്. മുഹമ്മദ് ഷാഫി, അണ്ണൻ സജിത്ത് എന്നിവരും അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. സർക്കാർ നിർദ്ദേശപ്രകാരം വിട്ടയക്കേണ്ട പ്രതികളുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയപ്പോൾ ടി.പി. കേസിലെ 3 പ്രതികളെ ഉൾപ്പെടുത്തുകയായിരുന്നു. പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് ലഭിച്ചാൽ സർക്കാരിന് ഉത്തരവിറക്കാനാകും. അതിൽ ഗവർണർ ഒപ്പിടുന്നതോടെയാണ് പ്രതികൾക്ക് പുറത്തിറങ്ങാനാവുക. എന്നാൽ നിലവിലെ ഗവർണർ ഇത്തരമൊരാവശ്യത്തിൽ ഒപ്പിടാനുള്ള സാധ്യത കുറവാണ്. ശിക്ഷ ഇളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തായത് സർക്കാരിന് തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി. അതീവ രഹസ്യമായി എല്ലാം ചെയ്യണമെന്നായിരുന്നു മുകളിൽ നിന്നുള്ള നിർദ്ദേശം. ശിക്ഷ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് വിട്ടയക്കാൻ ആലോചിക്കുന്നത്. 20 വർഷം വരെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയേറെയാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3 പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ 13 അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നു. ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2012 മെയ് 4 രാത്രി 10 മണിക്കായിരുന്നു CPIM വിട്ട് RMB സ്ഥാപിച്ച് ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. വടകര വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ടി.പി. ചന്ദ്രശേഖരനോടുള്ള CPM-ന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം.